ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി മസാലയൊന്നും ചേർക്കാത്ത അടിപൊളി പെപ്പർ ചിക്കൻ റോസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ കണ്ടുനോക്കും. പെപ്പർ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ്. അതിനായിട്ട് നമ്മളൊരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൺചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിലാണ്, നമ്മൾ കോക്കനട്ട് ഓയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് ചൂടായി വരുന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് പച്ചമുളകും പിന്നെ നമ്മൾ ഒരു വലിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയുള്ളി ചതച്ചത് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പെപ്പർ ചിക്കനാണ്, അത് നാടൻ സ്റ്റൈലിൽ മൺചട്ടിയിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ സവാള വഴറ്റിയ ശേഷം ചെറിയുള്ളി കൂടെ ചേർത്ത് ചതച്ചത് കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് വെളുത്തുള്ളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ ബേസിക് ആയിട്ടുള്ള മസാല, നമ്മൾ മസാല ഒന്നും ചേർക്കുന്നില്ല. മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ മഞ്ഞൾപ്പൊടി, അങ്ങനെ ബേസിക് മസാല മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. തികച്ച് ഒരു നാടൻ സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ കറിയാണിത്. തക്കാളി ഒന്ന് വഴറ്റി വരട്ടെ. ഒന്ന് അടിച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ തക്കാളി നല്ലതുപോലെ വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബേസിക് മസാല ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ, മുളക് പൊടി കുറച്ച് മതി, ഒരു 1.5. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ചേർക്കുന്നത് പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ പെപ്പറാണ്. നാടൻ പെപ്പർ നമ്മൾ പൊടിച്ചെടുത്തതാണ്. നമ്മളതും കൂടെ ചേർത്ത് കൊടുക്കാം. പെപ്പറാണ് നമ്മൾ കൂടുതലായി ചേർക്കുന്നത്. ബാക്കി പെപ്പർ ആവശ്യമുണ്ടിരുന്നോട്ടെ. ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം. മസാല നല്ലതുപോലെ വഴറ്റിയെടുക്കാം. മസാലൻ്റെ പച്ചമണമെല്ലാം നല്ലതുപോലെ പോകുന്നത് വരയ്ക്ക് നമ്മൾ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തതാണ്. ഇതിലിപ്പോൾ ഒരു 1.5 kg ഉണ്ടാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കണ്ട, ഇത് തന്നെ വന്നോളും. ഇത്രയേ ഉള്ളൂ. മസാലകളൊന്നും നമ്മളിവിടെ ചേർത്തിട്ടില്ല. ഗരം മസാല,
പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം അതൊന്നും നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അടിപൊളി ചിക്കൻ കറിയാണ്. ചോറിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും നല്ല കോംബോ ആണ്. നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ വരുന്നുണ്ട്. ഉപ്പ് കുറച്ച് കുറവുണ്ട്, നമ്മൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. നമ്മുടെ അടിപൊളി മസാല ചേർക്കാത്ത അടിപൊളി പെപ്പർ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു അരമണിക്കൂർ ആവോളം നമ്മൾ വേവിച്ചെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലതുപോലെ വേവിച്ചെടുക്കുക. ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ചിക്കൻ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തിയായ നമ്മുടെ പെപ്പർ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ ആകുമ്പോൾ ഈ വെള്ളം മുഴുവനായിട്ട് അങ്ങോട്ട് ഇതായി പോവും. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് നിങ്ങൾ കുക്ക് ചെയ്ത് എടുക്കുക. വെള്ളം എത്രയും വേണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച്, റോസ്റ്റ് ആയതുകൊണ്ട് അധികം വെള്ളം ആവശ്യമില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടെ കുറുകി വരുമ്പോൾ മൺചട്ടി ആയതുകൊണ്ട് നല്ല റോസ്റ്റായിട്ട് തന്നെ വരും. ലാസ്റ്റ് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പത്തിന് അതുപോലെ തന്നെ കപ്പപ്പുഴുക്കിന്, അപ്പത്തിന്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിക്ക്, ചോറിന് ഒക്കെ നല്ല ടേസ്റ്റാണ്. മല്ലിയില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പെപ്പർ പൊടി നേരത്തെ ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് എ ലോട്ട്. ഓഫ് ചെയ്താലും മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും. അപ്പോൾ സാധാരണ നമ്മൾ ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളമൊക്കെ മുഴുവനായിട്ട് വറ്റിപ്പോവും. അപ്പോൾ നമുക്ക് കറി കഴിക്കാനാകുമ്പോൾ വെള്ളം ഉണ്ടാവില്ല കേട്ടോ.